ആപ്കി അദാലത്തിൽ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഒരു അവസരവാദിയാണ് എന്നുള്ളതാണ്. ഹിമന്ത സർ, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ താങ്കളുടെ പഴയ സുഹൃത്ത്. അദ്ദേഹം ചോദിക്കുന്നത് താങ്കൾക്ക് കോൺഗ്രസ് പാർട്ടി എന്തെല്ലാം നൽകിയില്ലെന്ന്. ശരി, എന്തൊക്കെയാ കൊടുത്തത്? ഭരണം കിട്ടിയപ്പോ മന്ത്രിയാക്കി, എന്ത് നേതാവാക്കി. രജത് സർ, മന്ത്രിയെ ജനങ്ങളാണ് ഉണ്ടാക്കുന്നത്. MLA ഒക്കെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ കോൺഗ്രസ് എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഞങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വരത്തില്ല. അല്ല, അദ്ദേഹം പറയുന്നത് താങ്കൾ 22 വർഷം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന്. താങ്കൾ ലീഡറായത് തന്നെ കോൺഗ്രസിൽ നിന്നാണെന്ന്. പക്ഷെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ നേരെ BJP-യിലേക്ക് പോയെന്ന്. എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ ജീവിതം തന്നെ കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം അവരെന്താ കൊടുത്തത്? പിന്നെന്താ കോൺഗ്രസ് വിട്ടത്? വിടേണ്ട സമയം വന്നു, അതുകൊണ്ട് വിട്ടു. എനിക്ക് എന്റെ സംസ്ഥാനമാണ് പ്രധാനം. എന്റെ സംസ്ഥാനം ആസാം. അതുകൊണ്ട് ആസാമിന്റെ നന്മയ്ക്ക് വേണ്ടി കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നു. ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തു വന്നു. അല്ല, കോൺഗ്രസിലുള്ള സമയത്ത് അമ്മ സോണിയാഗാന്ധി, ചേട്ടനാണെങ്കിൽ രാഹുൽ ഗാന്ധി. എന്റെ അമ്മയുടെ പേര് മിലാമിലിനി ദേവിയാണ്. ഞാൻ ഒരിക്കലും സോണിയാഗാന്ധി എന്റെ അമ്മയായിട്ട് കണ്ടിട്ടില്ല. സോണിയാഗാന്ധി നല്ലതാണ്, അവർ വലിയൊരു നേതാവുമാണ്. പക്ഷെ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഗാന്ധി കുടുംബത്തിന് എന്നെ ദ്രോഹം ചെയ്യുന്നു എന്ന്. സർ, ഈ ഗാന്ധി കുടുംബത്തിനും ഹിമന്ത ബിശ്വ ശർമ്മയുടെ കുടുംബത്തിനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങളും ഒരു കുടുംബമാണ്, രജത് ശർമ്മയുടേതും ഒരു കുടുംബമാണ്. ദേ ആർ നോട്ട് ഓൺ ഹയർ പെഡസ്റ്റർ. ഇല്ല, അവരെപ്പോഴും ഹയർ പെഡസ്റ്ററിലുള്ള ആൾക്കാരല്ല. അവരൊക്കെ അങ്ങനെ വിചാരിക്കുന്നു. നമുക്കങ്ങനെ തോന്നില്ലെന്ന്. എന്തെന്നാൽ ഞങ്ങൾ സംസാരിച്ച് നടത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവര് അങ്ങനെയാ ഇങ്ങനെയാണെന്നൊന്നും തോന്നില്ലെന്നേ. അവര് എന്നെക്കാളും ഞാൻ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നോ അവരെക്കാളും അധികം ഹയർ പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ഞാൻ കേട്ടത് ആ കാലത്ത് താങ്കൾ സോണിയാഗാന്ധിയോട് വളരെ ക്ലോസ് ആയിരുന്നു, രാഹുൽ ഗാന്ധിയോട് ക്ലോസ് ആയിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും, അസാമിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടക്കുമ്പോൾ താങ്കൾ സോണിയാഗാന്ധിയുടെ അടുത്തും രാഹുൽ ഗാന്ധിയുടെ അടുത്തും ആ കാര്യങ്ങളെല്ലാം പറയാറുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻ നന്നായിരുന്നു. അതുകൂടാതെ മിസോറാമിലെ ഇലക്ഷനിൽ നിങ്ങൾ പോയി ജോലി ചെയ്യുമെന്ന് പറയും, മണിപ്പൂരിലെ ഇലക്ഷനിലും നിങ്ങൾ പോയി ജോലി ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞെല്ലാം ചെയ്തു. അന്നൊരിക്കൽ ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, ഇപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട സമയം നിങ്ങൾ തീരുമാനിക്കുകയെന്ന്. പക്ഷെ അവരെന്ന് തീരുമാനിച്ചില്ല. അതിനുശേഷം അവർക്ക് എങ്ങനെയാ വാല്യൂ കൊടുക്കേണ്ടത്? അപ്പോൾ താങ്കൾ രാഹുൽ ഗാന്ധിയെ കണ്ട് സംസാരിക്കാമായിരുന്നു. അവരോട് ഞാനെന്തിനു ചോദിക്കുന്നത്? രാഹുലല്ലേ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത്, ഞാനെന്തിനാ അവരുടെ വീട്ടിലേക്ക് പോകണം? അതിൻ്റെ ആവശ്യമുണ്ടോ? പറയും. ഞങ്ങൾ പോവും വരും, എല്ലാവരും വീട്ടിലല്ലേ പോവാറ്. പക്ഷേ രാഹുലിന്റെ വീട്ടിൽ പോയാലും സോണിയാജിയുടെ വീട്ടിൽ പോയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സോണിയാജിയും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, രാഹുൽജിയും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധിയെ താങ്കൾ കാണാൻ പോയപ്പോൾ അദ്ദേഹം താങ്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ നായയാണ് ശ്രദ്ധിച്ചത്. ഇല്ല, ആ കഥ മനസ്സിലാകണമെങ്കിൽ എൻ്റെ ആംഗിളിൽ കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരോടുമാണ് വരാൻ പറഞ്ഞത്, എന്നെ മാത്രമല്ല. ആരെ വിളിച്ചത്? ധരൺ കോക്കോയാണ് വിളിച്ചത്. ആരെ വിളിച്ചു? CP കോക്കോയെ വിളിച്ചു. ഇപ്പൊ അവര് രാജസ്ഥാൻ അസംബ്ലിയിലെ സ്പീക്കറാണ്. എന്നെ വിളിച്ചു. അതുമാത്രമല്ല, അസമിലെ PCCയുടെ നേതാവ് അഞ്ജൻ ദത്തജിയും വിളിച്ചു. ഞങ്ങള് റൂമിലേക്ക് പോയി സംസാരം ആരംഭിച്ചു. ശരിക്കും ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവരുടെ നായ് വന്നു. അതായത് ഏത് ടേബിളിലാണോ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തന്നത്, അതേ ടേബിളിലിരുന്ന് നായയും കഴിക്കാൻ ആരംഭിച്ചു. ഞാൻ 3 പേരെയും നോക്കി. 3 പേരും സന്തോഷത്തോടെ ടേബിളിലിരുന്ന് കഴിക്കുകയായിരുന്നു. എനിക്ക് എന്തോ പോലെയായി. ഞാൻ ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. അവരുടെ കൾച്ചറെ നായിന്റെ കൂടെ ഒരേ ടേബിളിലിരുന്ന് കഴിക്കുന്നെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും സെറ്റാവില്ലെന്ന്. എന്നെ കൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെന്നേ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ശരി, ഇനി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം രാഹുൽ ഗാന്ധി ആ നായയോടൊപ്പം ഉള്ള ഒരു വീഡിയോ എടുത്ത്, അതേ നായ തന്നെ, അതേ നായ തന്നെ. പക്ഷെ അദ്ദേഹം ആ വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ താങ്കളുടെ പേര് എഴുതി, അതായത് കോൺഗ്രസിലുള്ളവരാണ്, ഇതാ നോക്കൂ ഈ നായ് താങ്കളെക്കാൾ വിശ്വാസമുള്ളതാണെന്ന് എഴുതി. ഇതാ നോക്ക്, ആ വിശ്വാസം എന്നുള്ളൊരു വാക്ക് എവിടുന്ന് വന്നു? എന്താ, വിശ്വാസമായിട്ടിരിക്കാനാണോ നമ്മൾ പാർട്ടിയിൽ ചേരുന്നത്? വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? ഇവരാണ് എനിക്കത് പറഞ്ഞു തരുന്നേ.
ഇവിടെ നോക്ക്, ഇതാ നോക്കൂ, അവർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. പറയൂ. രാഹുൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കളീഗാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിന് വേണ്ടിയല്ലേ വിശ്വാസമായിരിക്കേണ്ടത്. വീണ്ടും വീണ്ടും ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവരുടെ തലയിൽ എന്താന്ന് പോലും അറിയില്ല. വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചിലപ്പോൾ രാഹുൽ സാറിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ ആരുടെ അടുത്തും കടം വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ എന്തിനാ അവരോട് വിശ്വാസമായിട്ടിരിക്കണം? ഇതാ നോക്കൂ, പൊതുവായിട്ട് എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കോൺഗ്രസിന്റെ ഈ സ്ഥിതിക്ക് കാരണം ഗാന്ധി കുടുംബമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഇത്രയും വോട്ട് കിട്ടുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണെന്ന്. കോൺഗ്രസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്കാണ്. ആ പേര് ഹൈജാക്ക് ചെയ്തോണ്ടിരിക്കുക. ഇന്നുള്ള കോൺഗ്രസ് ഉണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി ഒരു പേരിന് വേണ്ടി ഗാന്ധി പേര് വെച്ചിരിക്കുക. ആ ടൈറ്റിൽ ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ? സോണിയാഗാന്ധി അവരുടെ പേരിൽ നിന്ന് ഗാന്ധി പേര് കട്ട് ചെയ്തു. കോൺഗ്രസ് ഉണ്ടാവോ പിന്നെ? ഇന്നുള്ള കോൺഗ്രസ് ഉണ്ടല്ലോ, ദേ ആ പിക്ചറുള്ള മഹാത്മാവായ മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ്. അതില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എവിടെ ഉണ്ടാകും? ഗാന്ധിയുടെ കുടുംബം തന്നെയാണ്. പക്ഷേ ആ ഗാന്ധിയുടെ കുടുംബമല്ല ഈ ഗാന്ധിയുടെ കുടുംബം. ഇത് മഹാത്മാഗാന്ധിയുടെ കുടുംബമാണ്. ഇല്ല ഹിമന്ത് സാർ, പക്ഷേ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഡിസ്പ്യൂട്ട് ചെയ്യും. ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യാം. എന്താ നിങ്ങൾ എന്ത് ചെയ്ത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. ഡിസംബർ 24 ഹിമന്ത ബിശ്വ ശർമ്മ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു. അതില് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി വിൽ ബി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി ഇന്ത്യ ഇൻ അപ്രോപ്രിയേറ്റ് ടൈം. അന്ന് അപ്പോ മോദി സാറില്ലല്ലോ. 2014 മോദിജി പിക്ചറിലേക്ക് തന്നെ വന്നത്. ആ സമയത്ത് ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. 2010 എന്റെ വയസ്സെത്രയാ? ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമേ തന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കുട്ടി, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിരുന്നത്. ഞാനൊരിക്കലും സത്യത്തെ മറച്ചു വെക്കുന്നില്ല. എല്ലാവരും വേറൊരു പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പഴയ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു പഴയ ട്വീറ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ട്വീറ്റിലുള്ള കാര്യങ്ങളാണ് അവൻ എടുത്തെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെ ആർക്കും അത്ര അറിയത്തില്ലായിരുന്നു. ഡേ നൈറ്റ് ഐ കുഡ് ഡിലീറ്റ് ഓൾ മൈ ട്വീറ്റ്സ്, ദ ഓൾഡ് ട്വീറ്റ്സ്. ബട്ട് ഞാൻ എന്താ ട്വീറ്റ്സ് ഡിലീറ്റ് ചെയ്യാത്തെന്ന് വെച്ചാൽ, അല്ല, എൻ്റെ കുട്ടികൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇതാ നോക്ക്, നിങ്ങളുടെ അച്ഛൻ 2010 എന്താണോ ചിന്തിച്ചത് ഇന്ന് എന്താണോ ചിന്തിക്കുന്നത്? നമ്മുടെ നാട് പോലും 2010 അങ്ങനെയാണ് ചിന്തിച്ചത്. ഇന്ന് ഭാരതം വേറെ രീതിയിൽ ചിന്തിക്കുന്നു. ദിസ് ഈസ് ദ ചേഞ്ചിങ് പിക്ചർ ഓഫ് ഇന്ത്യ. എൻ്റെ ട്വീറ്റ് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കൂ, താങ്കളോടൊപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ പേര് ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതാ നോക്കൂ, പവൻ തേട ഒരു എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു നാരദ സ്കാമിലുണ്ട്, ശാരദ സ്കാമിലുണ്ട്, എല്ലാത്തിലും താങ്കൾക്ക് പങ്കുണ്ടെന്ന്. പക്ഷേ ഇന്ന് ഇത് ഫെയർ ആൻഡ് ലവ്ലിയാ മാറിയിരിക്കുന്നു. നോക്ക്, നിങ്ങളോട് ഞാൻ 2 കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ കോൺഗ്രസിലെ ഒരു സുഹൃത്തുക്കൾ പോലും എനിക്കെതിരായിട്ട് സംസാരിക്കാറില്ല. അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. ആരും എനിക്കെതിരായിട്ട് ഒന്നും സംസാരിക്കാറില്ല. സെക്കൻഡ്, എന്റെ പേരിൽ എന്ത് കേസാണുള്ളത്, ഏത് നാട്ടിലാണുള്ളത്, ഏത് കോർട്ടിലാണുള്ളത്, എന്തെങ്കിലും എക്സാമ്പിൾ പറയുന്നേ. ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാലോ, താങ്കളും ബീവറേജിൽ അഴിമതി കാണിച്ചെന്ന്. പക്ഷേ അതിന് ആധാരം കാണിക്കണമല്ലോ. എന്റെ കേസ് എവിടെ? ഞാൻ അത് ചോദിച്ച് ഭ്രാന്തായിരിക്കുക. സാറേ, ആ കേസ് നമ്പറെങ്കിലും ഒന്ന് പറ. ഞാനും പോയി ഓഫീസറോട് ചോദിച്ചതാ. അദ്ദേഹം പറയുന്നു നാരദ സ്കാമില് CBI റെയ്ഡ് നടന്നെന്ന്. ഇത് നോക്ക്, CBI എന്നെ വിളിച്ചു ആസ് എ വിറ്റ്നസ്. കോർട്ടിൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഹിമന്ത ബിശ്വ ശർമ്മയാണ് വിറ്റ്നസ് എന്ന്. വൈൽ ഐ വാസ് ഇൻ കോൺഗ്രസ്, നോട്ട് മീൻ ഐ വാസ് ഇൻ BJP. അതുകൊണ്ട് ഞാൻ BJPയിൽ ചേർന്നെന്ന് നിറയെ പേർ പറയുന്നു. ഇവിടെ നോക്ക്, എന്നെ CBI വിചാരണ ചെയ്തത് 2014 2015 ബിഗിനിങ് ജാനുവരിയിൽ CBI എന്താ പറഞ്ഞത്? ഇവർ അക്യൂസ്ഡ് അല്ല, വിറ്റ്നസ് ആണെന്നാ പറഞ്ഞത്. ഫെബ്രുവരിയിൽ ഞാൻ സോണിയാഗാന്ധിയുടെ കയ്യിൽ പേപ്പർ കൊടുത്തു. ഇത് നോക്ക് മേഡം, ഞാൻ ക്ലീൻ എന്ന് പറഞ്ഞു. അതിനുശേഷവും നിങ്ങൾ എന്റെ പ്രോബ്ലം റിസോൾവ് ചെയ്തിട്ടില്ല. പിന്നെ ആഗസ്റ്റിൽ പോയി ഞാൻ BJPയിൽ ചേർന്നു. വെൻ ഐ ജോയിൻ BJP, ആ സമയത്താണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇപ്പോഴും കേസില്ല. ഇനിയുള്ള കാലത്തും എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂയിസ് ബർഗർ കേസും താങ്കളുടെ പേരിലുണ്ടല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഫ്രോണ്ടൽ ഗോഹത്തിൽ കേസ് കൊടുത്തു. കോൺഗ്രസിന്റെ നേതാവ് കഥകളാണ്. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥമെന്ന്. എന്റെ പേര് തരുൺ ഗൊഗോയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്റെ പേരിൽ ലൂയിസ് ബർഗർ കേസുണ്ടെന്ന്. ഞാൻ ഗുവാഹട്ടി സെഷൻ കോർട്ടിൽ കേസ് കൊടുത്തു.
ഞാൻ എന്താ പറഞ്ഞത്, സാറേ എന്റെ കേസ് നമ്പർ മാത്രം താ, ഞാനൊന്ന് നോക്കട്ടെ എന്റെ കേസെന്ന്. പക്ഷേ ഗോഗോയ് സാറിന് എന്റെ കേസിന്റെ നമ്പർ പോലും തരാൻ പറ്റുന്നില്ല. അതിനുശേഷം കോർട്ട് ഗോഗോയ് സാറിന് ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നു. അതായത് ഇവർക്കെതിരായി ഒന്നും പറയാൻ പാടില്ലെന്ന്. അതായത് കേസ് നമ്പർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. ഇപ്പൊ നോക്ക്, നമ്മുടെ വായിൽ തോന്നിയത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർക്കെതിരായിട്ട് അതുണ്ട് ഇതുണ്ട്, പിന്നെ ട്വീറ്റ് വരും, ട്രോള് വരും, പിന്നെ എല്ലാം വരും. പക്ഷേ ആപ്കി അദാലത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചു പറയുകയാണ്, എന്റെ മേലെ എന്ത് കേസാണുള്ളതെന്ന് പറയുന്നേ. എന്തെങ്കിലും പേപ്പർ കാണിക്കേ. നോക്കൂ, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഫസ്റ്റ് വെച്ചാൽ, ഓഫ് ഓൾ ഞാൻ അതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. അല്ല ഞാൻ ഇല്ലെന്ന്, പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളല്ല. ഇതാ നോക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, കോൺഗ്രസിനെ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇല്ല, കേട്ടിടത്തോളം ഒരാൾ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, രാഹുൽ ഗാന്ധി. ഇത് നോക്ക്, രാഹുൽ ഗാന്ധിയുടേത് വേറൊരു സിസ്റ്റാണ്. അവര് പേടിക്കത്തില്ല, എന്തെന്നാൽ അവർ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതല്ലേ. നിങ്ങൾ ഇന്ന് തന്നെ നോക്ക്. അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയെങ്കിലും പറയട്ടെ, അതായത് നിങ്ങൾ ഏത് സ്കാമിന്റെ പേര് പറഞ്ഞാലും ആ സ്കാമിന്റെ എലിജിബിലിറ്റി അങ്ങനെ നടന്നാൽ തന്നെ അത് ഗോഗോയ് സാറിന്റെ പാർട്ടിയിലേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടിയെ തന്നെയല്ലേ കുറച്ച് കാണുന്നത്. ഇല്ല സർ, രാഹുൽ ഗാന്ധി താങ്കളുടെ പേര് പറഞ്ഞു, അതോടൊപ്പം അദാനിയുടെ പേര് പറഞ്ഞു. പലർക്കും ഇതിൽ സംബന്ധമുണ്ടെന്നും അദ്ദേഹം ഞാനും പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ദിവസവും ട്വീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവര് പറയുന്നത് 20,000 കോടി ഇല്ല, രൂപയുടെ. നിങ്ങൾ രാഹുൽ ഗാന്ധി എന്റെ പേരിൽ ട്വീറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ കാണാത്തത്? നിങ്ങൾ എന്തിനാണ് ഗാന്ധിയുടെ ആൾക്കാരെ തലയ്ക്ക് മേലെ വെച്ചിരിക്കുന്നത്? കാരണം അവർ 60 വർഷം ഈ രാജ്യം ഭരിച്ചവരാണ്. എന്താണ് ചെയ്തത്? നാടിനെ നശിപ്പിക്കുന്നതാണോ? നോക്കൂ, അവർ താങ്കളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. കാരണം ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരുന്നു, അദ്ദേഹം അവരോട് ഹിമന്ത ബിശ്വാസിനെ മുഖ്യമന്ത്രിയാക്കൂ അല്ലെങ്കിൽ അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നു. പോയാ പോട്ടെന്ന് പറഞ്ഞതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെ, അവരങ്ങനെയേ പറയുള്ളൂ. ആരെങ്കിലും പോകുന്നുണ്ടേ പോയിക്കോ, അപ്പോഴല്ലേ തനിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ലെവൽ തന്നെ അറിയാത്ത ആൾക്കാർ നിറയുണ്ടല്ലോ. ഇപ്പോ എല്ലാവരും പാർട്ടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം അവർ തന്നെ പാർട്ടി വിട്ട് പുറത്തു പോകാൻ പറയും. അതുകൊണ്ട് തന്നെ എല്ലാ കയറുന്നവരൊക്കെ കേറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ താങ്കൾ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് ഇതെല്ലാം സംസാരിക്കണമെന്ന് കരുതിയിട്ടുണ്ടോ? ഇതാ നോക്ക്, എനിക്ക് രാഹുൽ ഗാന്ധിനെ ചെറുപ്പത്തിലേ അറിയാം. ആൻഡ് ഐ വാസ് നെവർ ഇംപ്രസ്ഡ് ബൈ ഹിസ് മെറിറ്റ്സ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിൽ ഉണ്ടെങ്കിലും ഞാൻ 10 പ്രാവശ്യം സോണിയാഗാന്ധിയെ പോയി കാണാറുണ്ട്. പക്ഷെ ഞാൻ രാഹുൽ ഗാന്ധി അങ്ങനെ കാണാറില്ല. അതായത് ഐ വാസ് നെവർ ഇംപ്രസ്ഡ് ബൈ ഹിസ് മെറിറ്റ്സ്, ഹിസ് സ്പീച്ച്, ഹിസ് ആർഗ്യുമെന്റ്സ്, ലോജിക്, ഹിസ് കപ്പാസിറ്റി ടു ഡു പബ്ലിക് സർവീസ്. ആരാണോ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തത് അവർക്ക് ഒരു കാലത്തും ഈ ഭാരതനാടിന്റെ തലവനാവാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറിയെന്നാണ്. ഇതാ നോക്ക്, നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വലിയൊരാളായെന്ന് പറയും. പിന്നെ ഭാരതയാത്ര നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ രാഹുൽ ഗാന്ധി മെച്ചൂർഡായെന്നും പറയും. 55-ാമത്തെ വയസ്സിൽ ആരാണ് മെച്ചൂരിറ്റി ആവുന്നത്? ഇപ്പൊ മെച്ചൂരിറ്റി ആവേണ്ട വയസ്സ് എന്റെ മകന്റേതാണ്. അല്ലാണ്ട് ഇപ്പൊ ആയി എന്ന് പറയാൻ വയസ്സ് 60 ആയല്ലോ. സന്യാസത്തിന് പോകേണ്ട സമയമായി. നമ്മുടെ സനാതന പ്രകാരം അങ്ങനെയല്ലേ പറയാറ്. ഇപ്പം കൂടി നിങ്ങൾക്ക് മെച്ചൂരിറ്റി ആവാൻ സമയം വേണമെങ്കിൽ പറ, ഇഫ് എ പേഴ്സൺ ടേക്ക് 55 years ബിക്കം മെച്ചൂർഡ് ഓൺലി. അപ്പൊ പിന്നെ ജോലി എപ്പോഴാ ചെയ്യാ? നിങ്ങൾ നിങ്ങളുടെ മകന് ഇത്രയും ദൂരം കൊടുക്കാറുണ്ടോ? അതും 55 വർഷം. സോണിയാഗാന്ധി മേഡത്തെ ഞാൻ തൊഴുന്നു, നമസ്കരിക്കുന്നു. അവരുടെ മകനെ മെച്ചൂർഡാവാൻ 55 വർഷം കൊടുത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി പറ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ട്രക്ക് ഡ്രൈവേഴ്സിനെ കാണുന്നു. അവർക്ക് ഇതെല്ലാം ഒരു കളിയാണ്. നിങ്ങൾക്ക് കാണാമെങ്കിൽ എപ്പോഴേ കാണായിരുന്നില്ലേ? എന്തുകൊണ്ട് കണ്ടില്ല? അച്ഛൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഇപ്പൊ എന്തു പറ്റി? ആസാമിലെല്ലാം ഡ്രഗ് ഡ്രൈവറെല്ലാം പുതിയതായിട്ട് വന്നല്ലോ. നിങ്ങൾ കാണണമെന്ന് ശരിക്കും വിചാരിച്ചിരുന്നെങ്കിൽ ഈ 60 വർഷത്തിനിടെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ ഡ്രഗ് ഡ്രൈവേഴ്സിന്റെ ജീവൻ തന്നെ മാറിയനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചില്ലേ? ഇവിടെ നോക്ക്, ഒരാൾ ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ തന്നെ ഇത്രയും വർഷങ്ങൾ എടുത്തു. അപ്പോഴേക്കും ഇന്ത്യ ഡിജിറ്റലിലേക്ക് മാറിക്കഴിഞ്ഞു. അത്രയും സമയം നമുക്ക് കൊടുക്കാനാകുമോ? അതായത് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ടോ?
അതായത് ഡ്രഗ് ഡ്രൈവറിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. അല്ല, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മോദിജി ആരെയും പോയി നേരിട്ട് കാണാറില്ലെന്ന്. പക്ഷെ രാഹുൽ ഗാന്ധി എല്ലാ പാവങ്ങളെയും പോയി എന്താ കാണുന്നു. മോഡിജി ഇങ്ങനെ ആരെയും കാണാതെയാണോ ഈ 74 വർഷവും ജീവിച്ചത്? അവർ പ്രചാരങ്ങൾ നടത്തിയില്ലേ? ജനങ്ങളെയൊക്കെ പോയി കണ്ടില്ലേ? ഒരു ദിവസം ഞാൻ ആസാമിൽ പോയപ്പോൾ അന്നാണ് ഞാൻ മോഡിജിയെ നേരിട്ട് കാണുന്നത്. ഞാൻ മോഡിജിയോട് പറഞ്ഞു ഇത് നൗഗാവ് ആണെന്ന്. ഹിമന്ത, എനിക്കറിയാം. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അടുത്ത ഡിസ്ട്രിക്ട് ജോഗ്ഹാറാണെന്ന്. അതും അവർക്ക് അറിയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ അസമിൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങാറുണ്ടെന്ന്, സൺ അട്നാമിൽ. അങ്ങനെയുള്ള മോഡിജിയുടെ എക്സ്പീരിയൻസ് പോലും അവിടെ ഡൽഹിക്കുള്ളിലിരിക്കുന്ന ഒരാള് 65 വർഷമായി പുറത്തിറങ്ങാത്ത ഒരാള് അയാളുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നരേന്ദ്രമോദിജിയുടെ എക്സ്പീരിയൻസ്, നരേന്ദ്രമോദിജിയുടെ എക്സ്പോസർ, അതായത് നാടിനെ കുറിച്ചുള്ള എക്സ്പോസർ. ഇപ്പോ ഒരു ദിവസം നിങ്ങൾ ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ നൈറ്റ് ഇരുന്നിട്ട് അവർക്ക് നിങ്ങൾ ഈ ഉള്ളി വെട്ടിക്കൊടുത്താൽ എങ്ങനെയുണ്ടാകും? അതുകൊണ്ടാണ് നിങ്ങളെ വണങ്ങണമെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മാത്രം അങ്ങനെ സാധിക്കും. താങ്കൾ നരേന്ദ്രമോദിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററിനോടൊപ്പം, പിന്നെ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം, പിന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം. ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് അല്ല, കാണുന്നത്? ഇതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിലുള്ള എൻവയർമെന്റ് ഉണ്ടല്ലോ, അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി എൻവയർമെന്റ് ആണ്. നിങ്ങൾക്ക് പോകാം, അവിടെ ഇരിക്കാം, അവിടുന്ന് കഴിക്കാം. നായനുള്ളിലേക്ക് വരില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, നായ്ക്കുള്ളിൽ വേണമെങ്കിൽ വരാം. നായ കൊണ്ടൊരു പ്രശ്നവും ഇല്ല. നായുള്ളത് കൊണ്ടൊരു പ്രശ്നവുമില്ല. നായ് എൻ്റെ വീട്ടിൽ പോലും ഉണ്ടല്ലോ. പക്ഷേ നായിനെ എവിടെ നിർത്തണം, ആളുകളെ എവിടെ നിർത്തണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായാൽ മാത്രം മതി. നായിനെ കൊണ്ടൊരു പ്രശ്നവുമില്ല. എൻ്റെ വീട്ടിൽ തന്നെ നായ് 3 എണ്ണം ഉണ്ട്. അതിനെ കൊണ്ടൊരു പ്രശ്നവുമില്ല. പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ, അതായത് യു ഡു നോട്ട് ആക്ട് ലൈക്ക് എ ഫീഡൽ ലോഡ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പൊ പോലും പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ ബിട്രൈവ് ചെയ്യുന്നു, ഫാമിലിക്ക് ദ്രോഹം ചെയ്യുന്നു. കോൺഗ്രസിലുള്ള എല്ലാവരും ഇതേപോലെയാണ് ചിന്തിക്കുന്നത്. യു വിൽ ബി നെവർ ഡിസൈഡ് ഗാന്ധി ഫാമിലി. ഈ കോൺഗ്രസ് ആയിട്ട് ഇരിക്കുന്ന കാര്യം മാറിയല്ലോ. അതായത് ഗാന്ധി ഫാമിലിയെ മാറ്റിയിട്ട് മല്ലികാർജുന ഖാർഗെ പ്രസിഡന്റ് ആക്കി. ഖാർഗെ എന്താ പറയുന്നത്? ഞാൻ ഹൈക്കമാൻഡിൽ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാന്ന്. ശരിക്കും ഞാൻ അതിനെ എതിർക്കുന്നുണ്ട്. എന്തെന്നാൽ ഖാർഗെയെ പോലെ നിങ്ങൾ വലിയ ആളുകൾക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്ത് അവരെ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുന്നത്? പോസ്റ്റിലാണെങ്കിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഖാർഗെ കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. കർണാടകയിൽ ആര് ഭരിക്കണമെന്ന തീരുമാനം എടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതിന് പോലും ഗാന്ധി ഫാമിലിയെ കാണാൻ കണ്ടേ പറ്റുള്ളൂ. പക്ഷേ കർണാടകയിൽ അവർ ഭരണം തിരിച്ചു പിടിച്ച് BJPയെ തോൽപ്പിച്ചില്ലേ? BJPയും തോറ്റേക്കാം. എന്താ തോക്കാൻ പറ്റില്ലേ? തമിഴ്നാട്ടിൽ പോലും BJP തോറ്റിട്ടുണ്ടല്ലോ. BJP ഹിമാലയത്തിലും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ BJP ജയിക്കാറുമുണ്ട്. പക്ഷേ BJPയെ നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട, കർണാടകയിൽ തോക്കില്ല എന്നൊക്കെ, ഹിമാചലിലും ഞങ്ങൾ തോക്കില്ല എന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. BJP ടേക്ക് ഡിഫീറ്റ്സ് വിത്ത് ഹ്യൂമിനിറ്റി. കർണാടകയിൽ തോറ്റുപോയെന്നേ, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾ അത് സമ്മതിച്ചിരുന്നു. വി ഹാവ് നോ ബ്ലെയിം, ഈസി ഓർ ഫോർഗെറ്റ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണെന്നറിയോ? തോറ്റു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും ഇത് VM-ന്റെ പ്രശ്നമാണെന്ന്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. കർണാടകയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പറയാറുണ്ട് നരേന്ദ്രമോദി ഒരു താനാഷ ഡിക്റ്റേറ്റർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ നമ്മുടെ CM ആണ്. നമ്മൾ അവർക്ക് ബഹുമാനം കൊടുത്തേ പറ്റൂ. നരേന്ദ്രമോദി ഒരു തേനോസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇല്ലാതെ തന്നെ ആയിപ്പോയേനെ. 100:1 എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തേ പറ്റുള്ളൂ. സാർ, ഇപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2024 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നു ചേർന്ന് BJPയെ തോൽപ്പിക്കാൻ റെഡിയാവുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾ മോദിജീനെ വരവേൽക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. അതിന് നിങ്ങളുടെ ആശീർവാദം വേണം. 2024 സംബന്ധിച്ച് താങ്കളുടെ അസസ്മെന്റ് എന്താണ്? 300-ൽ പരം സീറ്റ്, 300+. ഇതിലൊരു പ്രശ്നവും വരില്ല. ജനങ്ങളും കൂടെയുണ്ട്. എന്തെന്നാൽ ഭാരതത്തിന്റെ പെരുമ ഇതിനേക്കാൾ വേറൊന്നുമില്ല. ഇതിൽ ഒരു ഡൗട്ടും ആവശ്യമില്ല. ഇന്ത്യ ഈസ് ഹാവിംഗ് ദ ബെസ്റ്റ് ടൈം നൗ ഇൻ അവർ ഹിസ്റ്ററി. മോദിജി ഇനിയും കുറച്ച് ജോലി ചെയ്യാൻ സമ്മതിക്കേ. നിങ്ങൾ ഇപ്പം തന്നെ നോക്ക്. അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ എന്താ പറയുന്നെന്ന് നോക്ക്. ഓസ്ട്രേലിയയിലെ ജനങ്ങൾ ആകാശത്ത് നരേന്ദ്രമോദിയെ വരച്ചു വെച്ചിരിക്കുക അവരുടെ ഫ്ലൈറ്റിൽ കൂടി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ഇന്ത്യ ഒരു കാലത്ത് ഇതുപോലൊരു നിലയിലേക്ക് വരുമെന്ന്? I think after Swami Vivekananda, that great speech in America, Chicago, after that Modi ji is doing so much things for this country. അതിന് നമ്മളും അവരുടെ കൂടെ ഉണ്ടാവണം. എല്ലാ സമയവും
മോദിജിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന ചെയ്യണം. അത് മോദിജിക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി.